ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇത് നമ്മളുടെ വെയിൽസ് ട്രിപ്പിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയ എയർബിഎൻബി ആണ് ഇത്. ഒരു ബംഗ്ലോ ആണ് ഇത്. 3 നിലയുള്ള വീടാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ 3ാമത്തെ നിലയിലാണ് നമുക്ക് റൂം കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ബുക്ക് ചെയ്ത എയർബിഎൻബിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതെല്ലാം നമുക്ക് മാത്രം താമസിക്കാനുള്ള വീട്ടിലായിരുന്നു. പക്ഷേ ഈ വീടിൻ്റെ ഓണർ താഴത്തെ നിലയിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ കൂടെ ഒരു റൂം ഷെയർ ചെയ്തിട്ടാണ് താമസിക്കുന്നത്. വളരെ നല്ല വീടാണ്. വളരെ അടിപൊളിയായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നമുക്ക് ഏറ്റവും മുകളിൽ നിന്ന് കിട്ടുക. അതായത് നമ്മുടെ വിൻഡോയിൽ നേരെ നോക്കിയാൽ നമുക്ക് ദൂരെ കടൽ കാണാൻ പറ്റും. അടിപൊളി വീടാണ്. കൂടാതെ ഇതൊരു പഴയ സെറ്റപ്പ് വീടാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പഴയ മ്യൂസിയമോ അല്ലെങ്കിൽ കൊട്ടാരമോ പോലെ ഉണ്ടാകും. ഒരു ഇൻറ്റീരിയറും ഇവരിവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണാൻ വളരെ നല്ല വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ വെൻഡി എന്ന് പറഞ്ഞൊരു അമ്മൂമ്മയാണ്. അവരുടെ ഹസ്ബൻഡും ഉണ്ട്. അവരുമായിട്ട് നമ്മൾ കുറേ നേരം സംസാരിച്ചു. പക്ഷേ അവരുടെ പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മൾ അവരുടെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവർ ശരിക്കും ഇംഗ്ലീഷുകാരാണ്. അവർ വെയിൽസിലേക്ക് വന്നിട്ട് ഇവിടെ ഹോട്ടൽ ബിസിനസ്സൊക്കെ നടത്തുമായിരുന്നു. ഇപ്പോൾ പ്രായമായി. അപ്പോൾ ഇവർ ആ ഹോട്ടൽ വിറ്റിട്ട് വീണ്ടും ഇവരുടെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകാൻ പ്ലാനാണ് എന്നൊക്കെ പറഞ്ഞു. വളരെ നല്ല ഹോസ്റ്റായിരുന്നു. ഒരുപാട് സംസാരിച്ചു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അവർക്ക് 2 പട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അതിൻ്റെ ഒരു പ്രശ്നം, ഈ വീടിന് പട്ടിയുടെ ഒരു മണം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പട്ടികളുമായിട്ട് അത്ര യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്കത് ആദ്യം ഒരു ബുദ്ധിമുട്ടായി തോന്നി. പിന്നീട് അത് ഓക്കെ ആയി. പക്ഷേ നല്ല വീടായിരുന്നു, നല്ല ഏരിയ ആയിരുന്നു. നന്നായിട്ട് ഉറങ്ങാനും നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് ഇന്നത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ള വേറൊരു കാര്യം, ഇന്ന് രാവിലെ എണീറ്റ് ഒരു സന്തോഷ വാർത്ത കിട്ടി. അതായത് DJI നമുക്ക് മെയിൽ ചെയ്തു, ഡ്രോണ് വെള്ളത്തിൽ വീണത് ഡ്രോണിൻ്റെ ഫോൾട്ടാണ്, എൻ്റെ ഫോൾട്ടല്ല. അതുകൊണ്ട് നമുക്ക് അവർ പുതിയ ഒരു ഡ്രോണ്, ബ്രാൻഡ് ന്യൂ ഡ്രോൺ അയച്ചു തരുന്ന മെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് സന്തോഷം കൂടുതലാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം ലോഡ് ചെയ്ത് ഹോസ്റ്റിനോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ നമ്മൾ തുടങ്ങുകയാണ്. ഇന്നത്തെ പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ന് അവസാന ദിവസം ആയതുകൊണ്ട് തന്നെ അഭിജിത്തിൻ്റെയും ഐശ്വര്യയുടെയും തിരിച്ച് ലിവർപൂളിൽ നിന്ന് അവർ താമസിക്കുന്ന ബോസ്റ്റണിലേക്കുള്ള ട്രെയിൻ വൈകുന്നേരം 5 മണിക്കാണ്. അപ്പോൾ നമുക്കൊരു 4:30 ആകുമ്പോഴെങ്കിലും ട്രിപ്പ് അവസാനിപ്പിച്ച് ലിവർപൂൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ, നമുക്ക് വെയിൽസിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ അറിയുന്ന ആളാണ്. അപ്പോൾ അവർ വെയിൽസിൽ നേഴ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ് അവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അവരെ മീറ്റ് ചെയ്യാൻ പോകുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു അക്വഡക്റ്റ് ഉണ്ട് ഇവിടെ, 200 വർഷത്തോളം പഴക്കമുള്ളൊരു അക്വഡക്റ്റ്. അതും കണ്ടു കഴിഞ്ഞ് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോർത്ത് വെയിൽസിൽ കോൺവി എന്നൊരു സിറ്റിയിലാണ് നമ്മൾ ഇന്നലെ രാത്രി താമസിച്ചത്. ഇവിടെ നിന്ന് റയൽ എന്ന സിറ്റിയിലാണ് നമ്മളുടെ നേരത്തെ പറഞ്ഞ ഫ്രണ്ട് താമസിക്കുന്നത്. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ഇവിടുന്ന് വെറും ഒരു 20 മൈൽ അകലെയാണ്. നമ്മളൊരു അരമണിക്കൂറിൽ അവിടെ എത്തുന്നുണ്ടാവും. ഈ പോണ വഴിക്ക് വേറൊരു അത്ഭുതമുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കത് നേരത്തെ അറിയില്ലായിരുന്നു. ഇന്നലെ നമ്മൾ ലാൻഡിനോയിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ പോണ വഴിക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് തിരിച്ചും അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതായത് ഇവിടെ ഒരു ടണലുണ്ട്. ടണലിൽ എന്താണ് അത്ഭുതം ചോദിച്ചാൽ, അത് കടലിനടിയിലൂടെ പോകുന്ന ടണലാണ്. ഞങ്ങളിതുവരെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ടണലിലൂടെ പോയിട്ടില്ല. പക്ഷേ ടണലിലൂടെ പോകുമ്പോൾ നമുക്ക് സാധാ ടണൽ പോലെ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ പോകുന്നതിൻ്റെ മുകളിൽ വെള്ളമാണ് എന്ന് അറിയുന്നതിൻ്റെ ഒരു അത്ഭുതമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആ ടണലിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1991 ഈ ടണൽ ട്രാഫിക്കിന് വേണ്ടി തുറന്നു കൊടുത്തത്. 1.5 കിലോമീറ്റർ നീളമുള്ള ടണലാണ്. ശരിക്കും ഇതൊരു അണ്ടർ വാട്ടർ ടണലാണെന്ന് ഞങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞെന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ലാൻഡിനോയിലേക്ക് പോകുമ്പോൾ ഈ ടണലിനകത്ത് കയറിയപ്പോൾ കാറ് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്ന പോലെയാണ് ഗൂഗിൾ മാപ്പിൻ്റെ നാവിഗേഷനിൽ കാണിച്ചത്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ സംഭവം നോക്കിയത്. അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്. അതിൻ്റെ സ്ക്രീൻഷോട്ടിൽ അത് കാണാൻ നല്ല രസമാണ്. അങ്ങനെ അരമണിക്കൂറോളം ഓടി നമ്മളുടെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ സിറ്റിയിലെത്തിയിട്ടുണ്ട്, റയലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവരുടെ അപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. സിറ്റിക്ക് അകത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ആതിര കണ്ണൂരുകാരിയാണ്. അപ്പോൾ നമുക്ക് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ, ചപ്പാത്തി, ചിക്കൻ കറിയും പിന്നെ വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് സൽക്കരിച്ച് നമ്മൾ വിട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മളുടെ 1ാമത്തെ ഡെസ്റ്റിനേഷനായ അക്വഡക്റ്റിലേക്ക് പോവുകയാണ്.
അങ്ങനെ നമ്മൾ ഈ അക്വഡക്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ അക്വഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് പോണ്ടി കസസ്ത അക്വഡക്റ്റ് എന്നാണ്. ആക്ച്വലി ഇതൊരു വെൽഷ് നെയിമാണ്, അതുകൊണ്ട് എഴുതുന്നത് പോലെ അല്ല വായിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് തന്നെ ശരിയാണെന്ന് എനിക്കറിയില്ല, നമ്മളൊരു ഏകദേശം ഐഡിയ വെച്ച് പറയുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഒരു ജിയോഗ്രഫിക്കലി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു നദിയുടെ മുകളിൽ അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ 1800കളിൽ സാധന സാമഗ്രികൾ കടത്താനും ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി നിർമ്മിച്ചൊരു അക്വഡക്റ്റാണ്. പക്ഷേ ഒരു എഞ്ചിനീയറിംഗ് മാറില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായൊരു സംഭവമാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് അത്രയും പൊക്കത്തിലാണ് ഇതുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ. കൂടാതെ ഇപ്പോൾ ടൂറിസ്റ്റുകളെയും കൊണ്ട് അതിനകത്തൂടെ ബോട്ടൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ നമ്മൾ ബോട്ടിൽ കയറിയില്ല. അതിനേക്കാൾ നല്ലത് നടന്ന് കാണുന്നതാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നടക്കുകയാണ് ചെയ്തത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രം പറയാൻ പറ്റുന്ന തരത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അക്വഡക്റ്റാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1805 ഇത് ബിൽഡ് ചെയ്തത്. അതിൻ്റെ ഫലകമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും. ആ കാലത്ത് ഇതിങ്ങനെ ബിൽഡ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. നല്ല പൊക്കമാണ് ശരിക്കും. ഇതിൻ്റെ സെൻട്രൽ പോയി നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് പേടിയാവും. കൂടാതെ ഇന്ന് നല്ല കാറ്റും അടിക്കുന്നുണ്ട്. പിടിച്ച് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീഴുന്നൊക്കെ തോന്നും. ഇന്നൊരു സാറ്റർഡേ ആണ്. സാധാരണ UK ഒരു ടൂറിസം പ്ലേസിലും നമ്മളിങ്ങനെ തിരക്ക് കണ്ടിട്ടില്ല. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വെതറായിരുന്നു. അങ്ങനെ 6 ദിവസം നീണ്ട നമ്മളുടെ വെയിൽസ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ അക്വഡക്റ്റാണ് നമ്മളുടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ലിവർപൂൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. അവിടെ നിന്നാണ് ഐശ്വര്യയ്ക്കും അഭിജിത്തിനും അവരുടെ വീട്ടിലേക്ക് പോകാനുള്ള ട്രെയിൻ കയറേണ്ടത്. ഇവിടെ നിന്ന് 2 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട് ലിവർപൂളിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ട്രിപ്പ് വളരെ വർത്തിയായ ട്രിപ്പായിരുന്നു. നമ്മൾ 6 ദിവസം വളരെ നന്നായിട്ടാണ് സ്പെൻഡ് ചെയ്തത്. എൻജോയ് ചെയ്യാൻ പറ്റി. ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടത്തി. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ട്രിപ്പിലുടനീളം നമ്മൾ ശ്രദ്ധിച്ചത് ഇവിടുത്തെ റോഡ് സിസ്റ്റമാണ്. അത് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ നമുക്കാവില്ല. അത്രയും നല്ല റോഡ് സിസ്റ്റമാണ് ഓൾ ഓവർ UK. അതുപോലെ നമ്മൾ നോർത്തേൺ അയർലൻഡിൽ നിന്നാണെങ്കിലും ഇംഗ്ലണ്ട് വെയിൽസ് ഡ്രൈവ് ചെയ്തപ്പോഴാണെങ്കിലും എല്ലായിടത്തും നല്ല അനുഭവമാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ അവസാനം ലിവർപൂൾ എത്തി. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിച്ച് അഭിജിത്തിനെയും ഐശ്വര്യയും അവിടെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അവർ യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ 6 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞതിൻ്റെ ഒരു സങ്കടമൊക്കെ എല്ലാവർക്കും ഉണ്ട്. ബട്ട് അങ്ങനെ അവർ പോയി. അപ്പോൾ അവരുടെ ട്രെയിൻ 5 മണിക്കാണെങ്കിലും നമുക്ക് തിരിച്ച് ബെൽഫാസ്റ്റിലേക്കുള്ള ഫെറി എന്ന് പറയുന്നത് രാത്രി 10:30-ക്കാണ്. 9:30-ക്കാണ് അതിൻ്റെ ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി 4 മണിക്കൂറുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ലിവർപൂളിനകത്ത് ചുമ്മാ ഡ്രൈവ് ചെയ്യാം, കുറച്ച് ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ചുമ്മാ കുറേ നേരം ലിവർപൂളിനകത്ത് സിറ്റിക്കകത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ബെൽഫാസ്റ്റിനേക്കാൾ എത്രയോ വലിയ സിറ്റിയാണ് ലിവർപൂൾ. അതിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് എല്ലായ്പ്പോഴും തോന്നിയത് ലിവർപൂൾ കുറച്ച് വൃത്തി കുറവ് പോലെ തോന്നി. ബെൽഫാസ്റ്റ് ഇതിനേക്കാൾ വൃത്തിയുള്ളതായിട്ട് തോന്നി. ഒരുപാട് വേസ്റ്റ് മാലിന്യങ്ങളൊക്കെ റോഡിൽ കണ്ടതായിട്ട് നമ്മൾ ഫീൽ ചെയ്തു. എങ്കിലും വളരെ പുരാതനമായ ബിൽഡിങ്സും ഭംഗിയുള്ള മോഡേൺ ബിൽഡിങ്സൊക്കെ ഉള്ള അടിപൊളി സ്ട്രീറ്റൊക്കെ ഉള്ള സിറ്റി തന്നെയാണ് ലിവർപൂൾ. കുറ്റം പറയാനൊന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ കുറേ സമയം സിറ്റിക്കകത്ത് സ്പെൻഡ് ചെയ്തു. 9:30 ആവുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് 9:30 കറക്റ്റ് നമ്മൾ പോർട്ടിൽ പോയി ഷിപ്പിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മൾ സുഖമായി കിടന്നുറങ്ങി. കാരണം 10:30-ക്ക് ഷിപ്പ് എടുത്താൽ രാവിലെ 6:30-ക്കാണ് ബെൽഫാസ്റ്റ് എത്തുക. പിന്നെ ഷിപ്പിലെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒരു സുഖമായി ഉറങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബെൽഫാസ്റ്റിൻ്റെ ട്രേഡ് മാർക്കായ നമ്മുടെ ഹാർലൻ വോൾഫിൻ്റെ ക്രെയിൻ കണ്ടു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കാറൊക്കെ ഫെറിയിൽ നിന്ന് ഇറക്കി നേരെ ഡ്രൈവ് ചെയ്ത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നു. 2 ദിവസം റിലാക്സ് ചെയ്തിരുന്നു. ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ ദേണ്ടി നിൽക്കുന്ന ഒരു DHLൻ്റെ വാൻ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ. യെസ്, നമ്മളുടെ പോയ ഡ്രോണ് അവർ തിരിച്ചയച്ചതിൻ്റെ ഡ്രോൺ ഇന്ന് നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഡ്രോൺ വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഒരു അടിപൊളി ട്രിപ്പ് കഴിഞ്ഞു. ട്രിപ്പിനിടയിൽ ഉണ്ടായിരുന്ന നഷ്ടം DJIക്കാർ നികത്തി തന്നു. അപ്പോൾ മൊത്തത്തിൽ ഡബിൾ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതോടുകൂടി നമ്മളുടെ ഈ തവണത്തെ വെയിൽസ് ട്രിപ്പ് അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ സ്റ്റേ ട്യൂൺഡ്, വി ആർ ഗോയിങ് ടു സ്കോട്ട്ലൻഡ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.